ഒത്തിരി സ്പൈസി അല്ല, ബട്ട് നല്ല മീഡിയം സ്പൈസിയാണ്. അകത്ത് വരുന്ന മസാലയൊക്കെ എന്താ പറയുക, നല്ല റിച്ചാണ്. ഒത്തിരി ഗ്രേവി ഫീൽ വരുന്നില്ല എങ്കിൽ പോലും. എന്താണ് ഇതിൻ്റെ ടേസ്റ്റിന് പിന്നിലുള്ള ഒരു എന്താ പറയുക? ടേസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ളതാണ്, വേറെ മായങ്ങളൊന്നുമില്ല. പിക്കിൾ വരുന്നതും കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ഗ്രേപ്സ്, പിന്നെ ഡേറ്റ്സ് ഇതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സഡ് പിക്കിളാണ് വരുന്നത്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രം പനവിള ജംഗ്ഷനിലാണ്. അപ്പം പനവിള ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ബിരിയാണി പ്രേമികളുടെ മനസ്സിൽ ആദ്യം വരിക അജ്വ തന്നെയാണ്. അതായത് അജ്വയുടെ സ്പെഷ്യൽ ബിരിയാണീസാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ബിരിയാണി ഉണ്ടാവും. പക്ഷേ എന്നാലും അജ്വയിലെ തലശ്ശേരി ദം ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് അജ്വയിലെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ അജ്വയിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ ബിരിയാണീസിനെ എല്ലാം സ്പെഷ്യൽ ആക്കുന്ന ഹാൻഡ്സ് നിസാർക്കാടതാണ്. ഹായ് നിസാർക്ക. നമസ്കാരം. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? കണ്ണൂരാണ്. എത്ര വർഷമായി ഇവിടെ? 13 വർഷമായി തിരുവനന്തപുരം. ഏതൊക്കെ സ്പെഷ്യലാണ് ബിരിയാണിയാണ് ഇവിടെ? ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ചിക്കൻ, മട്ടൺ, വെജിറ്റബിൾ, ഫിഷ്, പ്രോൺസ്. അപ്പം എന്താണ് ഇതിൻ്റെ ടേസ്റ്റിന് പിന്നിലുള്ള ഒരു എന്താ പറയുക? ടേസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ളതാണ്, വേറെ മായങ്ങളൊന്നുമില്ല. എത്ര വർഷമായി ഇവിടെ? 13 വർഷമായി. പിന്നെ അജ്വ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണല്ലോ എല്ലാ ഷോപ്പിലും. അപ്പം അതിന് പിന്നിലുള്ള ഒരു അത് ചെയ്യുന്നതെല്ലാം ഒരേ ലെവലിലാണ് ചെയ്യുന്നത് എല്ലാവരും, അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്ന സ്പെഷ്യൽ വെറൈറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിഷ് എന്താണ്? മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ ഇവിടുത്തെ ചീഫ് ഷെഫാണ് നിസാർക്ക. അപ്പോൾ നിസാർക്ക തന്നെ പറഞ്ഞു നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ആ ഒരു ടേസ്റ്റിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് വരാം. ഇതാണ് അജ്വയിലെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണി. പ്ലസ് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ നോർമൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഒരു ബിരിയാണിയുടെ കൂടെ നമുക്ക് സൈഡ് വരുന്നത് റൈത്ത ആയിരിക്കും, അല്ലെങ്കിൽ സാലഡ് പോലെ. ഇത് വന്നിട്ട് എന്താ പറയുക, ഇതിൽ കേടില്ല, വെജിറ്റബിൾ സാലഡാണ്, മിക്സഡ് വെജിറ്റബിൾ സാലഡ്. പ്ലസ് ഒരു പിക്കിൾ വരുന്നതും കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ ഗ്രേപ്സ്, പിന്നെ ഡേറ്റ്സ് ഇതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സഡ് പിക്കിളാണ് വരുന്നത്. പിന്നെ നല്ല ഒരു കാണാൻ നല്ല റിച്ച് ലുക്കുള്ള ചിക്കൻ ഫ്രൈ ഉണ്ട്. അപ്പം പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ റൈസാണ്. അതായത് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ പലതിനും പല ടൈപ്പ് റൈസ് ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ ലോങ് ആയിരിക്കും ചില. അപ്പോൾ ഇവിടുത്തെ റൈസും ഒരു പ്രത്യേക തരം ചെറിയ റൈസാണ്. അപ്പം ഏതായാലും ഞാൻ ഇനി പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണി ടേസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ അജ്വയിലെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അത് മാത്രമല്ല നല്ല ചൂടാണ്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒത്തിരി സ്പൈസി അല്ല, ബട്ട് നല്ല മീഡിയം സ്പൈസിയാണ്. അകത്ത് വരുന്ന മസാലയൊക്കെ എന്താ പറയുക, നല്ല റിച്ചാണ്. ഒത്തിരി ഗ്രേവി ഫീൽ വരുന്നില്ല എങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത് നമ്മൾ പിക്കിൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്.
ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യൽ പിക്കിളാണ് അതിൽ വരുന്നതെന്ന് വെച്ചാൽ ക്യാരറ്റ് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നുണ്ട്. പിക്കിൾസ് ആണ് നോർമൽ നമുക്ക് കുറച്ച് സ്പൈസി ഫീൽ ആണ്, പക്ഷേ ഇതങ്ങനെയല്ല, സ്വീറ്റാണ് നല്ല. സൂപ്പർ ടേസ്റ്റാണ്. അതായത് നമുക്ക് എപ്പോഴും ഒരു ഡിഫറൻസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുറച്ചുകൂടെ റിച്ച് ടേസ്റ്റ് ബിരിയാണിക്ക് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അത് മാത്രമല്ല ഓരോ ബിരിയാണിക്കും എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് അതിൽ വരുന്ന സൈഡ് വരുന്ന റൈത്തയോ അല്ലെങ്കിൽ സാലഡോ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടുത്തെ സലാഡ് പിക്കിൾ ഫീൽ ചെയ്തത്. പിക്കിൾ നല്ല സ്വീറ്റാണ്, ബട്ട് അതിലൊരു ചെറിയൊരു സ്പൈസ്നെസ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷനാണിത്. അതായത് ഇതിൻ്റെ ഒരു ഫുൾഫില്ലിംഗ് എന്ന് പറയുന്നത് ഈ സൈഡ് വരുന്ന ഈ ഒരു സാലഡും ഈ പിക്കിളും ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മസാല വണ്ടർഫുള്ളാണ്. പിന്നെ മട്ടൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, വാക്കുകളില്ല, അത്രയ്ക്ക് സോഫ്റ്റാണ്, മോയിസ്റ്റാണ്, ഭയങ്കര ജ്യൂസിയാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ചെയ്യാം. ചിക്കൻ ഫ്രൈ പറയുമ്പോൾ എന്താ പറയുക സോഫ്റ്റാണ് ചിക്കൻ. പിന്നെ ഇതിലുള്ള മസാല നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗാർലിക്, ജിഞ്ചർ, ഭയങ്കര ഒരു മോയിസ് ഫീലുണ്ട്. ഭയങ്കര ക്രഞ്ചി ആയിട്ടില്ല, ഇത്തിരി ചൂയിയാണ്. ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ സൂപ്പർ മോയിസ്റ്റാണ്. അത് മാത്രമല്ല അതിൽ വരുന്ന മസാല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയുക ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ പൊടി, അതിൽ വരുന്ന ആ പൊടിയൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ക്രഞ്ചിയാണ്. പിന്നെ അതിൽ വരുന്ന ഗാർലിക്, ജിഞ്ചർ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു സിഗ്നേച്ചർ ഡിഷ് തന്നെയാണ്. കാര്യം എപ്പോഴും ബിരിയാണീനെ ഡിഫറെൻ്റ് ആക്കുന്നതെന്ന് പറയുന്നത് അതിൽ വരുന്ന സൈഡ് പിക്കിളായിരിക്കും, ചിലപ്പോൾ സാലഡായിരിക്കും. അപ്പോൾ ഇവിടുത്തെ സാലഡ് എന്ന് പറയുന്നത് ഡ്രൈ ആണ്, അതായത് വെജിറ്റബിൾ കട്ട് ആണെങ്കിലും ആ ഒരു പിക്കിൾ എന്ന് പറയുന്നത് സ്വീറ്റ് ആൻഡ് സോർ അല്ലെങ്കിൽ അതൊരു സ്വീറ്റും സ്പൈസിയും കൂടെ ചേർന്ന് ആ ഒരു പിക്കിളും കൂടെ ചേരുമ്പോഴാണ് ഇവിടുത്തെ ബിരിയാണി ഒരു എന്താ പറയുക ഒരു ഫുൾഫിൽമെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പനവിള, അതായത് നമ്മൾ വിമൻസ് കോളേജ് കഴിഞ്ഞ് ഫസ്റ്റ് ലെഫ്റ്റിലുള്ള അത് വൺ വേ ആണ്. അപ്പോൾ ഇറങ്ങുന്ന വഴിക്ക് പനവിള എത്തുന്നതിന് മുന്നേ ആയിട്ട് റൈറ്റ് സൈഡിലാണ് നമ്മുടെ അജ്വ ഉള്ളത്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ എല്ലാവരും അത് ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റി, നിങ്ങൾക്ക് ഫിഷ് വേണമെങ്കിൽ അങ്ങനെ, ചിക്കൻ ആണെങ്കിൽ അങ്ങനെ, മട്ടൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏത് ബിരിയാണി ആണെങ്കിലും ഒരു സിഗ്നേച്ചർ ഡിഷ് നിങ്ങൾക്ക് അജ്വയിൽ നിന്ന് കിട്ടും. അപ്പോൾ ആരും എന്താ പറയുക, ഞാൻ ഈ പറയുന്ന ടേസ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞതല്ല, അതിൽ കൂടുതൽ നമുക്ക് ട്രൈ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഒരു ബിരിയാണി കഴിക്കാൻ നമുക്ക് കൊതി തോന്നുകയാണെങ്കിൽ മസ്റ്റ് അജ്വ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു എന്താ പറയുക സ്പെഷ്യൽ ഡിഷുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.